ഹല്ലേലൂയ. ഓ ഷമഹത്തുരി ബിഖദലബസ്യ റേമശീഖരബഹതുനരബസം തിനരിബികൗസി ജമേനോ ഖോരി ബിലസത്തം പ്രഭൗഷിദിഗാസ്യ. സകല മനുഷ്യരുടെയും ആത്മാക്കളുടെ ഉടമസ്ഥനായ കർത്താവായ യഹോവേ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്നരുളി ചെയ്ത കർത്താവായ യേശുവേ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് അങ്ങയുടെ വിളി കേട്ട് അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി വന്ന് അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ അങ്ങയുടെ ദാസന്മാരെ ഒരു വിശേഷ പൂർണ്ണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ സഭ അങ്ങയുടെ നിയോഗപ്രകാരം വേർതിരിക്കുന്ന ഈ സമയത്ത് ദൈവമേ, അങ്ങ് ഇറങ്ങി വരണമേ. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം വിശേഷാൽ അയക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു കവിഞ്ഞൊഴുക്ക് ഇപ്പോൾ ഈ മുറിയിൽ അയക്കണമേ, ഈ ദാസന്മാരുടെ മേൽ അയക്കണമേ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് അരുളി ചെയ്ത അങ്ങയുടെ വാക്ക് ഇവരുടെ ശരീരത്തിലൂടെ, ഇവരുടെ ആളത്വത്തിലൂടെ, ഇവരുടെ വാക്കുകളിലൂടെ സംഭവിക്കേണ്ടതിന് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഈ ദാസന്മാരെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്തവൻ, ഒരു വിശേഷ ആത്മപകർച്ച ഞങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഈ ദാസന്മാരുടെ മേൽ പകരുവാൻ പ്രാർത്ഥിക്കും. അവരുടെ വാക്കുകൾ അഗ്നിനാവുകളുടെ വാക്കുകളായിരിക്കേണ്ടതിന്, ഹൃദയങ്ങളെ വിവേചിക്കുന്ന വാക്കുകളായിരിക്കേണ്ടതിന്, ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്ന വാക്കായിരിക്കേണ്ടതിന്, ആശ്വാസം കൊടുക്കുന്ന വാക്കായിരിക്കേണ്ടതിന്, പണിയപ്പെടുന്ന വാക്കായിരിക്കേണ്ടതിന് അവരുടെ അധരങ്ങളെ ഒരു വിശേഷ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അവരുടെ കൈകളിലൂടെ ഒരു പ്രത്യേക അഭിഷേകം പുറപ്പെട്ടു പോകണമേ. അവർ തൊടുന്നിടത്ത് രോഗശാന്തി ഉണ്ടാകുവാൻ, അവർ തൊടുന്നിടത്ത് ഭൂതശാന്തി ഉണ്ടാകുവാൻ, അവർ തൊടുന്ന സ്ഥലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ യേശു സത്യദൈവമെന്ന് ഞങ്ങളുടെ ഈ രാജ്യത്തും ലോകത്തിലെവിടെയും വെളിപ്പെട്ടു വരത്തക്കവണ്ണം അങ്ങയുടെ കരം അവരുടെ മേലിരിക്കണമേ. അവരുടെ മുഴു ശരീരവും പരിശുദ്ധാത്മാവിന്റെ നിറവും കൊണ്ടും അഭിഷേകം കൊണ്ടും നിറയപ്പെട്ടവരായി ഒഴുകുന്ന ഒരഭിഷേകവും പിതാവെ പകർന്നു കൊടുക്കുന്ന ആത്മപ്രവൃത്തിയും അങ്ങയുടെ ഈ ദാസന്മാരുടെ മേലെ എല്ലാം അയക്കുവാൻ അങ്ങയുടെ തിരുമുൻപാകെ പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിന്, ഈ രാജ്യത്തിന്, എല്ലാറ്റിനുപരി അങ്ങയുടെ രാജ്യത്തിന് മഹത്വമായി അവരെ സൂക്ഷിക്കണമേ. അവിടുത്തെ കൃപയും ശക്തിയും അവരുടെ മേൽ പകരണമേ. അവരുടെ ഈ ഭാര്യമാരെ ഞങ്ങൾ തിരുസന്നിധിയിൽ എത്തി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നേ ദിവസം ഒരു വിശേഷ അനുഗ്രഹം ഈ ദാസിമാരുടെ മേൽ അയക്കണമേ. ഒരു വിശേഷ ആത്മശക്തിയും ശുശ്രൂഷയ്ക്കുള്ള ഒരു പകർച്ചയും അവരുടെ മേൽ വരേണ്ടതിനും ഞങ്ങൾ അവരെ തിരുമുൻപാകെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഈ ദാസന്മാർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത് ദൈവമേ അവരെ ബലപ്പെടുത്തി നിർത്താൻ, പ്രാർത്ഥിക്കാൻ, ജാഗരിക്കാൻ, മധ്യസ്ഥമണയ്ക്കാൻ, ശുശ്രൂഷയ്ക്ക് കൃപ കൊടുക്കാൻ ഈ ദാസിമാരെയും വിശേഷാൽ അഭിഷേകം ചെയ്യാൻ ഞങ്ങൾ തിരുമുൻപാകെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം. പിതാവേ, പൂർണ്ണ ശുശ്രൂഷയ്ക്കായി അവരെ ഇന്ന് നിയോഗിക്കുന്ന ദിവസം അവിടുത്തെ വിശുദ്ധ നാമ നിമിത്തം ഇവരെ അങ്ങയുടെ മുൻപാകെ സമർപ്പിച്ച് അഭിഷേകത്തിന് വേണ്ടിയും പകർച്ചയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.